KSRTC ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി ആരംഭിക്കാനിരിക്കെ യാത്രക്കാർ ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നു എന്ന് കേട്ടാലോ? പദ്ധതി അവരുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കേൾക്കാം സ്ത്രീ യാത്രക്കാരുടെ പ്രതികരണങ്ങൾ. സ്ത്രീകളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന UDFന്റെ പ്രഖ്യാപനങ്ങളിലൊന്നാണ് ഈ ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. കഴിഞ്ഞ ദിവസമാണ് അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്. മറ്റ് ബസ്സുകളിലേക്ക് കൂടി വേണമെന്നൊക്കെ ഉള്ളതാണ് സ്ത്രീകളുടെ ഒരു ആവശ്യം. ഏതാണ്ട് 3200ഓളം ഓർഡിനറി ബസ്സുകളാണ് സംസ്ഥാനത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓർഡിനറി ബസ്സുകൾ യാത്ര ചെയ്ത സ്ത്രീകളോട് തന്നെ ചോദിച്ചു നോക്കാം അവരുടെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണെന്ന്. ചേച്ചി, 15-ാം തീയതി മുതൽ ഓർഡിനറി ബസ്സുകൾ ഫ്രീ ആയിരിക്കും, എങ്ങനെയാണ്? എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞില്ല. ഫ്രീ ആണെങ്കിൽ ഉപകാരമാകും. എന്നും ബസ്സിൽ പോകുന്ന ആളാണോ? ഇന്ന് ബസ് ജോലിക്ക് പോകണം നമ്മളല്ലേ. ബസ് ഫ്രീ എങ്ങനെ ബസ്സിൽ കയറാം. സ്റ്റുഡൻ്റ് ആണോ? എങ്ങനെയാണ്? സന്തോഷമാണ്. എന്നും പഠിക്കാൻ പോകുമ്പോൾ എന്നും ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ്. ഉപകാരമാകുമോ? ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് ഒരു ഉപകാരമാകുമെന്നാണ് പ്രതീക്ഷ. എല്ലാവർക്കും ഉപകാരം, സ്ത്രീജനത്തിന് എല്ലാവർക്കും ഉപകാരമാകും. അതൊരു വലിയ അനുഗ്രഹമാണ്. ഓർഡിനറി ബസ്സിൽ മാത്രമാണ്, മറ്റു ബസ്സുകളിലൂടെ വേണം തോന്നുന്നുണ്ടോ? വേണം, സ്ത്രീകൾക്ക് എല്ലാവർക്കും വേണം. സ്ത്രീകൾക്ക് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ബസ്സിലും ഉണ്ടാകണം. അതാ അപ്പോൾ ഇത്തരത്തിൽ ഓരോ ബസ്സുകളിലും 3200ഓളം ഓർഡിനറി ബസ്സുകളാണ് സംസ്ഥാനത്ത് ഉള്ളത്. അപ്പോൾ ഒരു ദിവസം ഏതാണ്ട് 10 മുതൽ 12 ലക്ഷം സ്ത്രീകൾ KSRTC ബസ്സിൽ ഒരു ദിവസം, ഓർഡിനറി ബസ്സിൽ മാത്രമല്ല എല്ലാ ബസ്സുകളിലും കൂടിയായി യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് KSRTCയുടെ ഒരു കണക്ക്. അപ്പോൾ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വേണമെന്നുള്ള ആവശ്യമൊക്കെ തന്നെയും ഉയരുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഓർഡിനറിയിൽ മാത്രമായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യമാണ് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഈ മാസം 15 മുതലാണ് ഇത്തരത്തിൽ KSRTC ബസ്സുകളിൽ, പ്രത്യേകിച്ച് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാകുക. ശരി, ചിലർ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. എന്തായാലും 15-ാം തീയതി ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇനി ടിക്കറ്റ് എടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷത്തിനും ഒരു ത്രില്ലുണ്ടാകും അല്ലേ?